പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ നമ്മുടെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ വായന തുടരുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ശ്രവിക്കാം. ഈശോ ഇന്ന് നസ്രത്തിലേക്ക് പോവുകയാണ്. ഒത്തിരി കാലം കൂടി അമ്മയെ കാണാനായിട്ട് ഓടിയെത്തുന്ന ഈശോയും ശിഷ്യന്മാരുമാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദന വിഷയം. നമുക്കിത് ശ്രദ്ധയോടെ കേൾക്കാം. ഉച്ച കഴിഞ്ഞപ്പോഴും ഞങ്ങൾ നടക്കുകയായിരുന്നു. ദൂരെ ഒരു കുന്നിൻ്റെ മുകളിൽ നസ്രത്ത്. എൻ്റെ വീടും അമ്മയെ കാണുന്നത് ഓർത്തപ്പോൾ, അമ്മയുടെ സ്നേഹം ഓർത്തപ്പോൾ എൻ്റെ ഹൃദയം ആനന്ദഭരിതമായി തീർന്നു. സ്നേഹിതരെ, ഉടനെ തന്നെ നമ്മൾ എൻ്റെ അമ്മയുടെ അരികിലെത്തുന്നതാണ്. അങ്ങോട്ടുള്ള അവസാന കാലടികൾ വെക്കുമ്പോൾ നമുക്ക് പിതാവിനെ മഹത്വപ്പെടുത്താം. ഞാൻ സന്തോഷത്തോടെ പറയുകയും ഞങ്ങൾ ഒത്തൊരുമിച്ച് പിതാവിനെ സ്തുതിക്കുകയും ചെയ്തു. ഞങ്ങൾ നസ്രത്തിൻ്റെ അതിർത്തിയിലെത്തുമ്പോൾ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. കളിയുടെ ആവേശത്താൽ കുരയ്ക്കുന്ന കുറേ നായ്ക്കളും. ഞങ്ങൾ അടുത്തു വന്നപ്പോൾ ചില കുട്ടികൾ കളി നിർത്തി ഞങ്ങളെ നോക്കി. അപ്പോൾ അതിലൊരു കുട്ടി വിളിച്ചു പറഞ്ഞു, "ഇത് യേശുവാണ്." അത് കേട്ടപ്പോൾ എന്നെ അഭിവാദ്യം ചെയ്യുവാൻ അവർ ഓടി വന്നു. കുട്ടികൾ സന്തോഷവും ആവേശവും നിറഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ട് ഞങ്ങളോടൊപ്പം അമ്മയുടെ വീട്ടിലേക്ക് നടന്നു. ഒരു കുട്ടി ചോദിച്ചു, "യേശുവാ, അങ്ങയുടെ യാത്രയെക്കുറിച്ചൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരാമോ?" ഞാൻ അവൻ്റെ തലമുടിയിലൂടെ വിരലൊടിച്ചുകൊണ്ട് പറഞ്ഞു, "പറയാം, നാളെ ആകട്ടെ. ഇപ്പോൾ ആദ്യം അമ്മയെ കാണണം." അവരെല്ലാവരും കൂടെ ഉറക്കെ കൂവി വിളിക്കുവാൻ തുടങ്ങി, "ഞങ്ങളോടൊരു കഥ പറയൂ, ഞങ്ങളോടൊരു കഥ പറയണം." ഞാൻ നടപ്പ് നിർത്തിയതിനു ശേഷം അരികിലുള്ള ഒരു മരത്തണലിൽ കയറിയിരുന്നു. എന്നിട്ട് കുട്ടികളോട് എൻ്റെ മുൻപിലായി മൈതാനത്തിൽ ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു. "ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം. എന്നാൽ നാളെ ഞാൻ നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ്." ഞാൻ പറഞ്ഞു. ശിമിയോൻ മുമ്പോട്ട് വന്ന് എൻ്റെ ചെവിയിൽ പറഞ്ഞു, "ഗുരു, കുട്ടികളോട് കഥ പറയുന്നതിലും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. ഇത്രയധികം സമയം അവരുടെ കൂടെ ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ?" ഞാൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, "ശിമിയോനെ, കുട്ടികളുടെ വിശുദ്ധമായ സ്നേഹവും നിഷ്കളങ്കതയും നീ കാണുന്നില്ലേ? എല്ലാവരും ഇവരെ പോലെ ആയിരിക്കേണ്ടതാണ്. ഞാൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ അവർ എനിക്ക് നൽകുന്ന ആനന്ദമാണ് ഒരു കാരണം. കൂടാതെ അവരുടെ തുറന്നതും വിശുദ്ധവുമായ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കുന്ന സ്നേഹം പിന്നീട് അവരെ നല്ലവരായി തീരുവാൻ സഹായിക്കുന്നു. അപ്രകാരം ആയിത്തീരുവാനാണല്ലോ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ നാളത്തെ മുതിർന്നവരാണ്. വിശുദ്ധിയും നിഷ്കളങ്കതയും നഷ്ടപ്പെടാതെ കുട്ടികളെ പോലെ ആയിരിക്കേണ്ടതാണ് മുതിർന്നവർ." ശിമിയോൻ പറഞ്ഞു, "ക്ഷമിക്കണം ഗുരു, എനിക്ക് തെറ്റിപ്പോയി." അതിനുശേഷം അവൻ 2 കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മധ്യത്തിൽ ഇരുന്നു. ഞാൻ അവരോട് ഒരു സ്നേഹത്തിൻ്റെ കഥ പറയുവാൻ ആരംഭിച്ചു. ഒരിക്കൽ ഒരിടത്ത് ഒരു ചെറിയ ആൺകുട്ടി ഉണ്ടായിരുന്നു. അവർ തൻ്റെ മാതാപിതാക്കളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. പ്രാർത്ഥിക്കുകയും മുതിർന്നതിനെ ബഹുമാനിക്കുകയും എല്ലാവരോടും സൗഹൃദമായി പെരുമാറുകയും ഒക്കെ ചെയ്തു പോന്ന ഒരു നല്ല കുട്ടിയായിരുന്നു അവൻ. ഒരു ദിവസം രാവിലെ അവനും കുട്ടികളും കളിക്കുന്നതിനിടയിൽ നാണയങ്ങൾ നിറഞ്ഞ ഒരു സഞ്ചി കണ്ടുകിട്ടി. പെട്ടെന്ന് വികാരാവേശത്താൽ നിറഞ്ഞ കുട്ടികൾ തങ്ങളുടെ പാവപ്പെട്ട വീടുകളിൽ ഈ പണം കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളും പിന്നെ വാങ്ങാൻ പോകുന്ന കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും ഒക്കെ സ്വപ്നം കണ്ടു. പണം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അവർ ചിന്തിച്ചു. അപ്പോൾ ഈ നല്ലവനായ കുട്ടി പറഞ്ഞു, "ഈ പണം നമ്മുടേതല്ല. ഇത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം. അല്ലാത്തപക്ഷം നമ്മൾ ചെയ്യുന്നത് കളവാണ്." മറ്റു കുട്ടികൾ അവൻ്റെ നേരെ ആക്രോശിച്ചു, "നിനക്ക് ഭ്രാന്താണ്. ഇത് മറ്റാരുടേതുമല്ല, നമ്മുടേതാണ്. നമ്മളാണ് ഇത് കണ്ടുപിടിച്ചത്." എന്നാൽ അവൻ നിർബന്ധമായി പറഞ്ഞു, "അല്ല, ഇത് നമ്മുടേതല്ല. ആർക്കോ നഷ്ടപ്പെട്ടതാണിത്. നമ്മളത് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്." മറ്റു കുട്ടികൾ അവനെ അടിക്കുവാനും പരിഹസിക്കുവാനും തുടങ്ങി. എന്നാൽ അവൻ മനസ്സ് മാറ്റുവാൻ തയ്യാറായില്ല. അവൻ തുടർന്നും പറഞ്ഞു, "ഇത് കളവാണ്, തെറ്റാണ്." മറ്റു കുട്ടികൾ അവനെ വീണ്ടും വീണ്ടും അടിച്ചു. ഒടുവിൽ അവൻ ബോധരഹിതനായി. അപ്പോൾ അവർ അടിക്കുന്നത് നിർത്തി. പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, "നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ അവനെ കൊന്നുകളഞ്ഞു. വേഗമാകട്ടെ, ആരെയെങ്കിലും സഹായത്തിന് വിളിക്കൂ." ചിലർ അവൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി അവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു. മറ്റുള്ളവർ അവനെ കൈകളിൽ താങ്ങി പിടിക്കുകയും മുഖം തുടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ മുതിർന്നവൻ കരയുവാൻ തുടങ്ങി. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, "ഓ എൻ്റെ ദൈവമേ, ഞങ്ങൾ ചെയ്തതിനെ ഓർത്ത് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾക്ക് തെറ്റിപ്പോയി. ഇവൻ മരിക്കുവാൻ ഇടയാക്കരുതേ. ഈ പണം ഞങ്ങൾക്ക് ആവശ്യമില്ല. എൻ്റെ എല്ലാ കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും ഞാൻ വേണ്ടെന്ന് വയ്ക്കാം. ഇവൻ ജീവിക്കുകയാണെങ്കിൽ അനുവദിച്ചാൽ മാത്രം മതി." മറ്റു കുട്ടികളും അവനോട് ചേർന്നുകൊണ്ട് ദൈവത്തോട് സഹായത്തിനായി അഭ്യർത്ഥിച്ചു. മാത്രമല്ല, പണസഞ്ചി പിടിച്ചിരുന്ന കുട്ടി അത് ദൂരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, "ഞങ്ങൾക്കിത് ആവശ്യമില്ല കർത്താവേ, എന്നാൽ ഞങ്ങളുടെ കൂട്ടുകാരനെ തിരികെ വേണം." ബോധരഹിതനായ കുട്ടി കണ്ണുകൾ ചിമ്മിത്തുറക്കുകയും ഉറയ്ക്കാത്ത കാലടികളോടെ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടികളെല്ലാം ചുറ്റും ഓടിക്കൂടിയിട്ട് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് ചുംബിക്കാൻ തുടങ്ങി. തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്നും തങ്ങളോട് ക്ഷമിക്കണമെന്നും അവർ അവനോട് പറഞ്ഞു. ആ നല്ല കുട്ടി പറഞ്ഞു, "എൻ്റെ സ്നേഹിതരെ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. കാരണം നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു." ആ സമയത്ത് അവൻ്റെ മാതാവും പിതാവും ഓടിയെത്തി തങ്ങളുടെ തങ്ങളുടെ മകനെ പീഡിപ്പിക്കപ്പെട്ടതായി കണ്ട് അവർ ഓടിവന്ന് അവനെ കെട്ടിപ്പുണർന്ന് ഗുരുതരം ചുംബിച്ചു.
സംഭവിച്ചതെന്തെന്ന് അവർ തിരക്കി. എല്ലാം അറിഞ്ഞപ്പോൾ തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കുട്ടികളെ അവർ സൂക്ഷിച്ചു നോക്കി. അവർ വല്ലാതെ ഭയപ്പെട്ട് കരയാൻ തുടങ്ങി. ആദ്യം ആ മാതാവിനും പിതാവിന് കോപമാണ് തോന്നിയത്. പിന്നീട് സ്വന്തം പുത്രനോട് എന്നതുപോലെ ആ കുട്ടികളോടും അവർക്ക് സഹതാപം തോന്നി. പിതാവ് സംസാരിച്ചു. ആ പണം എവിടെ? ഞാൻ കാണട്ടെ. അത് എറിഞ്ഞു കളഞ്ഞ കുട്ടി അതെവിടെയെന്ന് നോക്കുവാൻ പോയി. എന്നാൽ കണ്ടെത്താനായില്ല. അത് പോയിരുന്നു. ആ പിതാവ് കുട്ടികളോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഒരു പാഠം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണമെന്ന വികാരം ഹൃദയത്തെ കെടുത്തിക്കളയുന്നത് എത്ര അനായാസമാണെന്ന് വസ്തുത നിങ്ങൾ കണ്ടറിഞ്ഞുവല്ലോ. പണത്തോടുള്ള ആർത്തി എത്ര പൈശാചികമാണെന്നും അത് നിങ്ങളെ എപ്രകാരം പാപത്തിലേക്കും പാപവിദ്വേഷത്തിലേക്കും ദ്രോഹത്തിലേക്കും നയിക്കുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ദൈവസ്നേഹവും പരസ്നേഹവുമുള്ള സ്നേഹമാണ് ജീവിതത്തിലെ യഥാർത്ഥ ധനം. അതില്ല എന്ന് വരികിൽ ജീവിതം ശൂന്യമാണ്. കുട്ടികൾ ഏങ്ങലടിച്ചു. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. പണം ഞങ്ങൾ ദൂരെ എറിഞ്ഞു. ഞങ്ങൾക്കത് ആവശ്യമില്ല. ചെയ്തുപോയതോർത്ത് ഞങ്ങൾ ദുഃഖിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു, മക്കളെ, ആശയക്കുഴപ്പത്തിൽ പെട്ടുകൊണ്ട് നല്ല ജീവിതത്തിൽ നിന്ന് വഴി മാറിപ്പോവാൻ വളരെ എളുപ്പമാണ്. ഇന്ന് നിങ്ങൾ ഇത് മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. അനുഗ്രഹ ചിന്തയുടെ ഫലമായി എൻ്റെ മകൻ നിങ്ങളുടെ കൈകളാൽ പീഡനം അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അവൻ്റെ പീഡാനുഭവം കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടേതാകട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ കുറെ കാലത്തേക്ക് ഉണ്ടായിരിക്കും. അവൾ തൻ്റെ നേരെ പുഞ്ചിരി തൂക്കുന്ന മകൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളോട് പറഞ്ഞു, അമ്മേ, ഇവർ എൻ്റെ കൂട്ടുകാരല്ലേ? അതുകൊണ്ട് എന്നോടൊപ്പം വീട്ടിൽ വന്നുകൊള്ളട്ടെയോ? അമ്മ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ണുനീരൊക്കെ തുടച്ചിട്ട് നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം. അവിടെ എൻ്റെ മകനോടൊപ്പം നമുക്ക് നിങ്ങളുടെ സൗഹൃദം ആഘോഷിക്കാം. അച്ഛൻ മകനെ തോളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ? എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, അവൻ മറുപടി പറഞ്ഞു. എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് ചുറ്റുമുണ്ട്. ഞാൻ സ്നേഹിക്കുന്നവരും. ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത്? ഞാൻ നോക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ അടക്കം പറയുന്നുണ്ട്. അതിലൊരുവൻ ചാടി എഴുന്നേറ്റു നിന്നുകൊണ്ട് ചോദിച്ചു, അപ്പോൾ പണത്തിൻ്റെ കാര്യം എന്തായി? അതിനെന്ത് സംഭവിച്ചു? അതൊരു കാര്യമാണോ? ഞാൻ ചോദിച്ചു. അവരുടെ ഇടയിലുള്ള സ്നേഹമാണ് പ്രാധാന്യമർഹിക്കുന്നത്. സ്നേഹത്തെ നശിപ്പിക്കുക മാത്രമാണ് പണം ചെയ്തത്. കുട്ടി നിലത്തിരുന്നു. അപ്പോൾ യൂദാസ് പറഞ്ഞു, എനിക്ക് ആ പണസഞ്ചി കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. എല്ലാവരും തിരിഞ്ഞ് അവനെ നോക്കി. അപ്പോൾ അവൻ്റെ മുഖം ലജ്ജയാൽ തുടുത്തു. പണം ദുരിതത്തെയാണ് വിളിച്ചു വരുത്തിയത്. ഇതാണ് പണം കൊണ്ടുളവാകുന്ന ഫലമെന്നരികിൽ പാവപ്പെട്ടവനായിക്കൊണ്ട് സന്തോഷിക്കുന്നതാണ് കൂടുതൽ നല്ലത്. തോമസ് പറഞ്ഞു. അതെ അതെ, എന്നാൽ സുഖശയനത്തിന് കിടക്കയൊരുക്കുവാനും വയറ് നിറയ്ക്കാനുമൊക്കെ ഉപയോഗിക്കുമ്പോൾ പണം നിങ്ങളെ സന്തോഷിപ്പിക്കാതിരിക്കില്ല. യുദാസ് ഞങ്ങളുടെ യാത്രകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കടുത്ത ഒരു മറുപടി കൊടുത്തു. പണം, ഞാൻ പറഞ്ഞു, നശിപ്പിക്കുവാനും പണിതുയർത്തുവാനും അത് ഉതകും. നന്മയ്ക്കായി ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാം. എന്നാൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിരസിക്കപ്പെടേണ്ടതാണ്. പണമല്ല ജീവിതത്തെ സമ്പുഷ്ടമാക്കി തീർക്കുന്നത്. ഒരു വ്യക്തിയുടെ ഹൃദയമാണ് സന്തോഷം പ്രദാനം ചെയ്യുന്നത്. പണം ചിലപ്പോൾ അതില്ലാതെ ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതുകൊണ്ട് ജീവിക്കുവാൻ അതിലും ബുദ്ധിമുട്ടാണ്. പണം നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുമ്പോൾ അത് നിങ്ങളെ തന്നെയും മറ്റുള്ളവരെയും വേദനിപ്പിക്കുന്നു. വാതിലിലൂടെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ തിരക്കിട്ട പാചകം ചെയ്യുന്ന അമ്മയെയാണ് കണ്ടത്. അമ്മ പെട്ടെന്ന് തിരിഞ്ഞു. എന്നെ കണ്ട് അതിശയിച്ചു പോയി. അവൾ വിളിച്ചു, യേശുവാ. പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് ഞാൻ അവളെ ചുറ്റിപ്പിടിച്ചു. അമ്മേ, ഞാൻ അമ്മയുടെ അടുത്ത് എത്തിയല്ലോ. അമ്മയെ കാണുവാൻ ഞാൻ ആശിച്ചിരിക്കുകയായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ആനന്ദത്തോടെ ഞാൻ പറഞ്ഞു. അമ്മ തൻ്റെ ശിരസ് എൻ്റെ മാറി ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും നിന്നെ കാണാതെ വിഷമിച്ചു മകനെ. ഇപ്പോൾ നീ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. നിനക്ക് വിശക്കുന്നുണ്ടാവും. ഇരിക്കെ, ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. അമ്മ എൻ്റെ കവിളിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്റെ ശിഷ്യന്മാർക്ക് കൂടി ഒരു സദ്യ ഉണ്ടാക്കും. അമ്മയെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്തൊരു സന്തോഷം! ഇവിടെ ആയിരിക്കുമ്പോൾ അമ്മയുടെ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയുന്നത് പോലെ. ഞാൻ ഇവിടെ നിന്ന് അകന്നിരിക്കുന്ന അവസരങ്ങളിലൊക്കെ പല രാത്രികളിലും അമ്മയെക്കുറിച്ച് ഓർത്തിരിക്കും. കുഞ്ഞായ എന്നെ അമ്മ ചേർത്ത് പിടിച്ച് താലോലിച്ചതും അമ്മയുടെ ആഴമേറിയ സ്നേഹവും ഒക്കെ ഓർത്ത് ഞാൻ കിടക്കും. കഴിഞ്ഞ ദിവസങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും മനസ്സിൽ താലോലിക്കുന്ന നിമിഷങ്ങളാണ് അവയൊക്കെയും. യോസേപ്പും ഞാനും നീയും ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമായി കഴിഞ്ഞ കാലം ഒക്കെ എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു മകനെ, അമ്മ പറഞ്ഞു. ഭാരപ്പെട്ട മനസ്സോടെ ഞാൻ ഓർത്തു, ആ യോസേപ്പ്, എൻ്റെ പ്രിയപ്പെട്ട സംരക്ഷകൻ, എൻ്റെ കാവൽക്കാരൻ, കൗമാരത്തിൽ എന്നെ നയിച്ചവൻ, എത്രയോ വിനീതൻ, സ്നേഹസമ്പന്നൻ, മാനവരുടെ ഇടയിൽ അതുപോലൊരു മനുഷ്യൻ ലോകത്തിനു സമ്മാനമാണ്. നിശബ്ദമായ സേവനത്തിനും സ്നേഹത്തിൻ്റെയും ദാനം. നിന്റെ കൂട്ടുകാരെ അകത്തേക്ക് വിളിക്കൂ, അമ്മ പറഞ്ഞു. യോസേപ്പിനെ കുറിച്ചുള്ള ഓർമ്മയിൽ ഒരു കണ്ണീർക്കണം അമ്മയുടെ മൊഴിയിൽ നിന്നുടർന്നു വീണു.
അത് തുളച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഏറെ സ്നേഹിച്ച യോസേഫിനെ കാണാതെ ഞാൻ ഇന്ന് ദുഃഖിതയാണ്. എന്നാൽ അദ്ദേഹം സന്തോഷിക്കുകയാണെന്നും നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ പിതാവിനോടൊപ്പം വീണ്ടും ഒരുമിച്ച് വരുമെന്നും ഞാൻ അറിയുന്നു. ഞാൻ വെളിയിലിറങ്ങിയിട്ട് സ്നേഹിതരോട് പറഞ്ഞു, അമ്മ നമുക്കായി ഭക്ഷണം പാകം ചെയ്യുകയാണ്. അല്പസമയം നമുക്ക് സിനഗോഗിൽ പോയി അമ്മയുടെ സ്നേഹത്തെ പ്രതി ദൈവത്തിന് നന്ദി പറയാം. അമ്മ എൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യേശുവാ, നിനക്ക് വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തൽക്കാലം വിശപ്പടക്കാൻ മാത്രം എന്തെങ്കിലും അല്പം കഴിച്ചിട്ട് പോകൂ. ഞാൻ തിരിഞ്ഞ സ്നേഹത്തോടെ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അമ്മ എപ്പോഴും എന്നെപ്പറ്റി വ്യാകുലപ്പെടുന്നു. ഞാൻ അധികം താമസിക്കുകയില്ല. വേഗം തന്നെ തിരികെ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകുമല്ലോ. ഞാൻ അമ്മയുടെ കവിളിൽ ഒന്നുകൂടി ചുംബിച്ചിട്ട് സമീപത്തുള്ള സിനഗോഗിനെ ലക്ഷ്യമാക്കി നടന്നു. അമ്മ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരുപാട് സമയം എടുക്കരുതേ മകനെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ശിഷ്യരോടൊപ്പം സിനഗോഗിലേക്ക് എന്നെ അനുഗമിക്കുന്നതിന് മുമ്പായി അമ്മയെ ചുംബിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എല്ലാവരുടെയും യഥാർത്ഥ അമ്മയാണ് എൻ്റെ അമ്മ. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ തിരികെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഞങ്ങൾക്കായി അവിടെ ഒരു ഗംഭീര സദ്യ തന്നെ ഒരുക്കിയിരുന്നു. എല്ലാവരും അകത്തേക്ക് വരണം. വാതിൽപ്പടിയിൽ നിന്നിരുന്ന എൻ്റെ സ്നേഹിതരോട് അമ്മ പറഞ്ഞു, എല്ലാവരും അവരവർക്കിണങ്ങുന്ന സ്ഥലം കണ്ടുപിടിച്ച് ഇരിക്കണം. നിങ്ങളെ എല്ലാവരെയും കൂടി കാണുന്നത് എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. നിങ്ങളൊക്കെ എൻ്റെ മക്കളാണ്. പത്രോസ് മറുപടി പറഞ്ഞു, അമ്മയെ ഞങ്ങൾ സ്വന്തം അമ്മയായിട്ടാണ് കരുതിയിട്ടുള്ളത്. അതെ എന്ന അർത്ഥത്തിൽ മറ്റുള്ളവരും തലയാട്ടി. പുഞ്ചിരിയോടെ ഞാൻ അമ്മയെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും അമ്മയ്ക്ക് ഒരു വലിയ കുടുംബം തന്നെയാണുള്ളത്. എന്നാൽ ഇനിയും അനേകം ആളുകളെ ഉൾക്കൊള്ളാനാവുന്നത്ര വലിപ്പമുള്ള ഒരു ഹൃദയമാണ് അമ്മയുടേത്, ഞാൻ അറിയുന്നു. സദ്യ ഏറെ സ്വാദിഷ്ടമായിരുന്നു. വീട്ടിലെ ഭക്ഷണത്തിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കഴിഞ്ഞ പ്രാവശ്യം അമ്മയെ കണ്ടതിനു ശേഷമുണ്ടായ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോരുത്തരെയും ആഴത്തിൽ ശ്രവിക്കുമ്പോൾ അവരുടെ ഓരോ വാക്കുകളും അമ്മ സ്നേഹിക്കുന്നതായി തോന്നി. അമ്മയുടെ സ്നേഹവായ്പിൽ എല്ലാവരും അനായാസം ഇരിക്കുകയും സാന്ത്വനം അനുഭവിക്കുകയും ചെയ്തു. ഭാവിയിൽ അമ്മ എല്ലാവരെയും സ്നേഹിക്കുന്നതും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കേൾക്കുന്നത് പോലെ ഓരോരുത്തരെയും ശ്രവിക്കുന്നതുമായ ചിന്തയിൽ ഞാൻ മന്ദഹസിച്ചു. എല്ലാവർക്കും എല്ലായ്പ്പോഴും തൻ്റെ സാന്നിധ്യവും സഹായവും പകർന്നുകൊണ്ട് അമ്മ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അമ്മയുടെ വിശുദ്ധമായ സ്നേഹം മറ്റുള്ളവരെ സ്പർശിക്കുന്നതും ആക്കി തീർക്കുകയും ഞാൻ ദർശിച്ചു. അമ്മയിലൂടെ എത്ര വിശിഷ്ട ദാനമാണെന്നോ എൻ്റെ പിതാവ് ലോകത്തിനായി നൽകിയിട്ടുള്ളത്. സകല മനുഷ്യർക്കുമുള്ളതും എല്ലാവരും അംഗീകരിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടതുമായ അതിവിശിഷ്ടമായ ദാനം. സായാഹ്നം ഉല്ലാസവേളയായി തീർന്നപ്പോൾ സമയം അതിശീഘ്രം കടന്നു പോവുകയും എല്ലാവരും ഇരുന്നിടത്ത് തന്നെ കിടന്നുറങ്ങി പോവുകയും ചെയ്തു. രാത്രിയിൽ അവർക്ക് തണുക്കാതിരിക്കുന്നതിന് അമ്മ ഓരോരുത്തരെയായി അടുത്തടുത്ത് പോയി പുതപ്പിച്ചു. എന്നിട്ട് ഉറക്കത്തിലായ അവരെയും നോക്കിക്കൊണ്ട് എൻ്റെ അരികിൽ വന്നിരുന്നു. എൻ്റെ മകനെ യേശുവ, അമ്മ പറഞ്ഞു. ഇവരെ നോക്കുമ്പോൾ സ്നേഹം ആവശ്യമുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ഞാൻ കാണുന്നത്. ചന്തസ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന മറ്റാളുകളെ കാണുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നിരത്തിലൂടെ അവർ കൊച്ചുകുട്ടികളെ പോലെ കാണപ്പെടുന്നു. ചിലർ ആകെ പരിഭ്രമിച്ചും മറ്റു ചിലർ എന്തോ നഷ്ടമായി പോയവരെ പോലെയും. എന്നാൽ അവരെയെല്ലാം സ്നേഹം അന്വേഷിക്കുന്നവരെ പോലെയാണ്. അവർ അന്വേഷിക്കുന്നതായ ആ സ്നേഹം അവർ നൽകണം. അപ്പോൾ അവർക്ക് ജീവിത മാർഗം കണ്ടുപിടിക്കാനാവും. പിന്നെ ദൈവത്തിങ്കിലേക്കുള്ള അവരുടെ മാർഗവും. എൻ്റെ മകനെ, ഈ വിശിഷ്ടമായ ദാനം എനിക്ക് ഏകിയതിനെ പ്രതി ഞാൻ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നന്ദിയേകുന്നു. എൻ്റെ സ്വന്തം ഒന്നുപോലെ എല്ലാവരെയും കരുതി സ്നേഹിക്കുവാൻ എന്നെ പ്രാപ്തിയാക്കുന്ന അതിവിശിഷ്ടമായി ഈ ദാനത്തെ പ്രതി. ഞാൻ അമ്മയുടെ മടിയിൽ തല ചായ്ച്ചു കിടന്നു. അപ്പോൾ അമ്മ എൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു. അമ്മയിലൂടെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനൊക്കെ മാനവ സമൂഹമാണ് ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ട് ഞാൻ പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടെ സ്നേഹത്തോടെ കാത്തിരിക്കാം അടുത്ത വായനയ്ക്ക് വേണ്ടി. If you enjoyed this video, please remember to like, share, and subscribe.